ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിടിലായിട്ട് നമ്മളുടെ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ക്ലീനിങ് ഹാക്കുമായിട്ടാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കോൾഗേറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോ. സ്വിച്ച് ബോർഡ് ഇല്ലാത്ത വീടുകളൊന്നും കാണത്തില്ല അല്ലേ? കണ്ടോ, വളരെ ഡേർട്ടി ആയിട്ടുള്ള സ്വിച്ച് ബോർഡുകളൊക്കെ ആയിരിക്കും. കുറച്ച് നാളത്തെ ഉപയോഗത്തിന് ശേഷം എല്ലാവരുടെയും സ്വിച്ച് ബോർഡുകളൊക്കെ ഇങ്ങനെ ആവാറുണ്ടല്ലേ. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് പുതിയതുപോലെ ആക്കിയെടുക്കാം. കണ്ടോ, നല്ല കിടിലമാക്കി നമ്മുടെ സ്വിച്ച് ബോർഡിനെ മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള കുറച്ചധികം സാധനങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്കതിനൊക്കെ എല്ലാം ഏറ്റവും ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കോൾഗേറ്റാണ്. കോൾഗേറ്റും ഇല്ലാത്ത വീടുകൾ കാണത്തില്ല അല്ലേ? കോൾഗേറ്റ് ഞാനിവിടെ കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ബൗളിലേക്ക്. അധികമൊന്നും വേണ്ട, കുറച്ച് നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയാകും. ഈ ഇത്രയും ഒരു ഭാഗമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച് എമൗണ്ട് മതി നമ്മളുടെ കോൾഗേറ്റ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വിനാഗിരിയാണ്. സിന്തറ്റിക് വിനാഗിരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സിന്തറ്റിക് വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിന്തറ്റിക് വിനാഗിരിയും നമ്മളുടെ കോൾഗേറ്റും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഞാൻ ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോൾഗേറ്റിൻ്റെ അകത്തേക്കാണ് ഞാനിവിടെ നമ്മളുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയാണ്. സോഡാപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കാറുള്ള അതേ സോഡാപ്പൊടി തന്നെ. കുറച്ച് സോഡാപ്പൊടിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കിയോളൂ. നല്ല സൂപ്പറായിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ്. വളരെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മൾ തന്നെ അന്തം വിട്ടു പോകും, അതുപോലത്തെ റിസൾട്ട് കിട്ടും. ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒന്നും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഞാൻ കുറച്ചധികം ടിപ്സുകൾ നമ്മുടെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ സമയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല ടിപ്സുകളാണ്. അപ്പോൾ നമ്മളുടെ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ചധികം കാര്യങ്ങൾക്ക് ഇതേ ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ പഴയൊരു ടൂത്ത് ബ്രഷാണ്. ഞാനിവിടെ ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ സ്വിച്ച് ബോർഡിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്വിച്ച് ബോർഡിൽ സ്വിച്ച് പ്ലഗൊക്കെ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട്. സ്വിച്ച് ബോർഡിലൊക്കെ ഉള്ള കാര്യമാകുമ്പം നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. കറണ്ട് അടിക്കാതെയൊക്കെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ആ ഒരു കറ പിടിച്ചിരിക്കുന്ന, അതായത് നല്ല കളർ വ്യത്യാസമുള്ള സ്വിച്ച് ബോർഡുകളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ നീറ്റാക്കി കൊടുക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇങ്ങനെ ഇതുപോലൊന്ന് ഈ ബ്രഷ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൈന്യൂട്ടായ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ബ്രഷ് ആകുമ്പോൾ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് തേച്ച് ഉരയ്ക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ബ്രഷ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടോ, ഇതുപോലെ പോവാത്ത ആ ഒരു പൊടിയൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാനായിട്ട് നമ്മളുടെ ബ്രഷ് കൊണ്ടാണെങ്കിൽ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ പേസ്റ്റ് എല്ലാ ഭാഗത്തും ഞാൻ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് തുടച്ച് മാറ്റാം കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ടിഷ്യൂ ആണ്. നല്ല ഉണങ്ങിയ എന്തെങ്കിലും ടവലോ എന്തെങ്കിലും ക്ലോത്തോ ഒക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ക്ലീനിങ് ചെയ്ത് നല്ല ഒരു കളർ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ നമുക്ക് നമ്മളുടെ സ്വിച്ച് ബോർഡൊക്കെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മളുടെ സ്വിച്ച് ബോർഡിന് കുറച്ച് കാലം പഴക്കമുള്ള സ്വിച്ച് ബോർഡാണെങ്കിൽ അത്ര വേഗം നമുക്ക് കളർ വ്യത്യാസം വരില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് കോൾഗേറ്റ് മാത്രമായിട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ കുറച്ച് നേരം ഒരു അരമണിക്കൂർ നമുക്ക് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. കോൾഗേറ്റ് മാത്രം എടുത്തിട്ട് തേച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മളുടെ ഈ പേസ്റ്റ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമുക്കിത് കാലക്രമേണ ഇതിൻ്റെ കളറൊക്കെ മാറുമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ സ്വിച്ച് ബോർഡുകൾ വൃത്തിയാക്കാനായിട്ട് ഈ ഒരു പേസ്റ്റ് നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോവാം.
ഇനി ഞാനിവിടെ വൃത്തിയാക്കാൻ പോകുന്നത് എൻ്റെ ഒരു കത്രികയാണ് കേട്ടോ. കണ്ടോ, അതായത് നമ്മളുടെ വീടുകളിലൊക്കെ കാണുമല്ലോ, തുണി വെട്ടാനായിട്ടും അതുപോലെ തന്നെ നമ്മൾ മീൻ മുറിക്കാനായിട്ടും ഒക്കെ എടുക്കുന്ന ഏത് കത്രികയാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് തുരുമ്പെടുത്ത എന്ത് സാധനങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. കത്തിയാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ബ്രഷ് കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ തുരുമ്പിനെ ഇളക്കി കളയാനായിട്ട് ഒരുപാട് നമ്മളെ സഹായിക്കും. അപ്പം ട്രൈ ചെയ്യണേ, നല്ല റിസൾട്ട് കിട്ടും, നല്ല കളറിലേക്ക് മാറും. പിന്നെ നമുക്കത് ഉണങ്ങിയ സ്ഥലത്ത് സൂക്ഷിക്കുവാണെങ്കിൽ തുരുമ്പെടുക്കാതിരിക്കാനും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് സഹായകമാകും കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ബ്രഷ് കൊണ്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ എല്ലായിടത്തേക്കുവേ. നമ്മളുടെ കത്തിയും കത്രികയൊക്കെ നമ്മൾ എത്ര സൂക്ഷിച്ചാലും തുരുമ്പെടുക്കാറുണ്ടല്ലേ. വായുവുമായിട്ടുള്ള സമ്പർക്കം മൂലം തുരുമ്പെടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഒരുപാട് ഉപകാരപ്രദമാകും ആ ഒരു സമയങ്ങളിലൊക്കെ കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കാം. ഈ കോൾഗേറ്റിൻ്റെ ടിപ്പുകൾ വീണ്ടും കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് ഞാൻ ഈ കാണിക്കുന്ന ടിപ്പുകളല്ലാതെ അറിയാവുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മളുടെ കത്രിക ഇവിടെ ഞാൻ ഒരു 10-15 മിനിറ്റ് ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, നമുക്കിനി ഒന്ന് തുടച്ച് നോക്കാം. നല്ല സ്റ്റീലിൻ്റെ കളറിലേക്ക് കത്രിക മാറിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നിങ്ങൾക്കും റിസൾട്ട് കിട്ടും കേട്ടോ. നല്ലൊരു റിസൾട്ട് കിട്ടും. ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇനി നമ്മൾ വീട്ടമ്മമാർ ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണല്ലേ നമ്മളുടെ ലൈറ്റർ എളുപ്പത്തിൽ കേടാവാറുണ്ട്. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടും തുരുമ്പിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ നമ്മളെ ഈ പേസ്റ്റ് നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോൾ ലൈറ്റർ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ, നല്ല റിസൾട്ട് കിട്ടും. ഇതുപോലെ പേസ്റ്റ് നമുക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് സഹായിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ലൈറ്ററിനെ നമുക്ക് നല്ല സൂപ്പറായിട്ട് തിളങ്ങുന്ന ലൈറ്ററാക്കി മാറ്റാനായിട്ട് ഈ ഒരു പേസ്റ്റ് നമ്മളെ സഹായിക്കും. അപ്പം ഞാൻ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടിഷ്യൂ വെച്ചൊന്ന് തുടച്ചു കൊടുക്കാം. ലൈറ്റർ നിങ്ങൾ എടുത്തതിന് ശേഷം എപ്പോഴെങ്കിലും കറക്റ്റായിട്ടുള്ളൊരു സ്ഥലത്ത് സൂക്ഷിക്കുവാണെങ്കിൽ, അതായത് വെള്ളമൊന്നും തട്ടാത്ത സ്ഥലത്ത് സൂക്ഷിക്കുവാണെങ്കിൽ അത് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഉണങ്ങിയ സ്ഥലത്ത്, വെള്ളമൊന്നും തട്ടാത്ത സ്ഥലത്ത് തന്നെ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്കത് ദീർഘകാലം കുറച്ച് നാൾ കൂടുതൽ അതിൻ്റെ ലൈഫ് കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കും ഈ ഒരു ലൈറ്റർ കൊണ്ട്. അടുത്ത ടിപ്പെന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. നമ്മളുടെ തൊണ്ടവേദനയും അതുപോലെ തന്നെ നമ്മളുടെ ബാഡ് ബ്രീത്തും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. മോണരോഗങ്ങളിൽ നിന്നൊക്കെ സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്രാമ്പു ആണ് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ്. 1 ഗ്ലാസ് വെള്ളത്തിനുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ചതിന് ശേഷം വേണമെങ്കിലും യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഗ്രാമ്പൂവിൻ്റെ കുത്തൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും ട്രൈ ചെയ്യാം കേട്ടോ. ഗ്രാമ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മളുടെ ഉപ്പും കൂടി ചേർത്ത് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു പൊട്ട് നമ്മളുടെ കോൾഗേറ്റ് ആണ്. കുറച്ച് അളവിൽ എടുക്കാൻ പാടുള്ളൂ, വളരെ കുറച്ച് അളവിൽ എടുക്കാൻ പാടുള്ളൂ. ഇത് നമ്മളുടെ നല്ല രീതിയിലുള്ള ഒരു മൗത്ത് ഫ്രഷ്നെസ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മളെ സഹായിക്കും. നമ്മൾ കുറേ നേരമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഗാർഗിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് 1 ഗ്ലാസ് ഞാനിവിടെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നമുക്ക് ഫുഡ് കഴിച്ചതിന് ശേഷമൊക്കെ നമുക്കിത് വേണമെങ്കിൽ ഒന്ന് ഗാർഗിൾ ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമ്മളുടെ മോണയും അതുപോലെ തന്നെ ടീത്തും ഒക്കെ ക്ലിയർ ആൻഡ് ക്ലീനായി കിട്ടും. ഈ വെള്ളം ഒരു അരമണിക്കൂർ മൂടി വെച്ചതിന് ശേഷം വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. ട്രൈ ചെയ്യാനും വളരെയധികം എളുപ്പമാണല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോവാം കേട്ടോ. അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മളുടെ പേസ്റ്റ്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കിടിലൻ ടിപ്പാണ്. നമ്മളുടെ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ടാപ്പുകളുണ്ടല്ലോ. സ്റ്റീലിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏത് തരം ടാപ്പാണെങ്കിലും നല്ല രീതിയിൽ ക്ലിയറായി കിട്ടും. സ്റ്റീലിൻ്റെ ആണെങ്കിൽ കുറച്ച് തിളക്കം കൂടുതലായിട്ട് കിട്ടും. അപ്പം ക്ലോറിൻ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ നമ്മളുടെ ടാപ്പ് വൃത്തിയായി കിട്ടും കേട്ടോ. ട്രൈ ചെയ്യാൻ മറക്കരുത്. ഒരു ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ
ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കളർ വ്യത്യാസം വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു കളർ വ്യത്യാസം വരും. ട്രൈ ചെയ്യാനും എളുപ്പമാണ്. ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറേ അധികം കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ എന്താ, ബ്രഷ് വെച്ചിട്ട് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് കഴുകി നോക്കാവേ. കേട്ടോ. നമ്മളുടെ ടാപ്പ് മാത്രമല്ല, നമ്മളുടെ ടൈലും ഇതേ പേസ്റ്റും കൊണ്ട് തന്നെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയി കിട്ടും കേട്ടോ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.